നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയാണ് കേട്ടോ ദുബായ്. 1500 കോടിയൊന്നും ഇല്ലടേ. അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ മേടിക്കുക, റെന്റിനെടുക്കുക. നാട്ടിലെ വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഷസാമിന് പോലും ദുബായിൽ വന്നപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് അനലൈസ് ചെയ്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. ഇതൊന്നും അറിയാതെ ദുബായ് റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് കണ്ട് ഇപ്പോഴും ട്രോളുന്ന ഒരുപാട് ട്രോളന്മാരുണ്ട്. ഇവർക്കൊന്നും ദുബായ് റിയൽ എസ്റ്റേറ്റിന്റെ പൊട്ടൻഷ്യൽ ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾക്കും ഇതുപോലെ ദുബായിൽ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റും. അതും നിങ്ങൾ മുഴുവനായിട്ട് കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഒരുപാട് അഫോർഡബിൾ പേയ്മെന്റ് പ്ലാൻ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇതൊരു വലിയൊരു റിട്ടയർമെന്റ് കൂടിയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ഒരു 1 ബെഡ്റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇയർലി നിങ്ങളെ റെന്റിൽ വരുന്നത് 75,000 ദിർഹംസ് ആണ് നിങ്ങൾക്ക് ഏണിങ്സ് ആയിട്ട് വരിക. അത് നിങ്ങൾ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 18 lakh ആയി. ഇനി 1 month വെച്ച് നിങ്ങൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ ഏകദേശം 1.5 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് ഏണിങ്സ് ആയിട്ട് വരിക. 1500 കോടിയൊന്നും കൊടുക്കണ്ടേ, പക്ഷേ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് കേട്ടോ. ഇവിടെ ഈ പ്രോപ്പർട്ടി മേടിച്ചിട്ട് വാടകയ്ക്കൊക്കെ കൊടുക്കണത്. നിങ്ങൾ മേടിച്ചിട്ട് ഇതിന് റെന്റ് ഔട്ട് ചെയ്തുണ്ടല്ലോ,